നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. വൃക്കരോഗം കാഴ്ചയും കവർന്നു. നാടിന്റെ സ്വന്തം കുട്ടേട്ടൻ എന്ന രാധാകൃഷ്ണന്റെ ഉപജീവന പോരാട്ടം തട്ടുകടയിലൂടെ. ലോക വൃക്ക ദിനത്തിൽ മുണ്ടത്തിക്കോടുള്ള കുട്ടേട്ടന്റെ തട്ടുകടയിൽ ആഘോഷമേളം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഘോഷ പരിപാടികളാണ് മുണ്ടത്തിക്കോട് നടന്നത്. കുട്ടേട്ടനെയും ഭാര്യ ഗിരിജയെയും ആദരിച്ചു. വെള്ളിയാഴ്ച മുതൽ തട്ടുകടയിൽ നിന്ന് സൗജന്യമായി നറുനീണ്ടി സർബത്ത് കുടിക്കാം. സമൂഹത്തിൽ കരുണയർഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ പ്രത്യേക കരുതലും ജാഗ്രതയും വേണമെന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ. തോളൂർ കുതിക്കുന്നു. വികസനത്തിന്റെ ഹരിത സംരക്ഷണത്തിന്റെ പുത്തൻ ഉയരങ്ങളിലേക്ക്. ജില്ലയിലെ ആദ്യ മാലിന്യ മുക്ത ഹരിത പഞ്ചായത്തായി തോളൂർ. ഉത്സവ നിറവിൽ പ്രഖ്യാപനം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ തോളൂരിനെ പുത്തൻ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു. ഉറ്റവർ നഷ്ടപ്പെടുന്ന വ്യാപാരി കുടുംബത്തിന് കരുതലിന്റെ സ്നേഹവലയമൊരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അത്താണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനാംഗം മരണമടഞ്ഞ 3 പേരുടെ കുടുംബങ്ങൾക്ക് ലക്ഷങ്ങളുടെ സഹായ വിതരണം. ഭദ്രം പ്ലസിൽ അംഗങ്ങളായ ഓരോ കുടുംബത്തിനും ലഭിച്ചത് 5 ലക്ഷം രൂപ വീതം. അത്താണി വ്യാപാര ഭവനിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ധനസഹായ തുക വിതരണം ചെയ്തു. ചാലക്കുടിയിൽ പോട്ട ആശ്രമം സിഗ്നലിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വിയാർപുരം സ്വദേശി അനീഷാണ് മരണമടഞ്ഞത്. മരപ്പണിക്കാരനായ അനീഷ് ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടവും ദുരന്തവും. ഇടിയുടെ ആഘാതത്തിൽ രാസ വസ്തുവുമായി പോയിരുന്ന ലോറിക്ക് തീപിടിച്ച് പൂർണ്ണമായും കത്തിയമർന്നു. തീപിടുത്തത്തിൽ മറ്റ് അപകടങ്ങൾ ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. മുണ്ടത്തിക്കോട് പെരിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആവേശസാഗരത്തിന്റെ അലമാലകൾ തീർത്ത് പുരാഘോഷം. പഞ്ചവാദ്യത്തിന്റെ നാദമാധുരി, ഗജഗാംഭീര്യത്തിന്റെ സുന്ദര മഹിമ. പഞ്ചവാദ്യ അകമ്പടിയിൽ മുണ്ടത്രക്കാവിൽ നിന്നെഴുന്നള്ളിപ്പ്. ക്ഷേത്ര സന്നിധിയിൽ മേളാരവം. പാക്കനാർ ഹരിജൻ വേല ആഘോഷ ചാരുതയായി. ശിങ്കാരിമേളവും കലാരൂപങ്ങളും മതിവര കാഴ്ചയൊരുക്കി. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വൈദ്യുതി സംരക്ഷണത്തിന് മാതൃകാ പദ്ധതി. PTA കമ്മിറ്റി നിർമ്മിച്ച സോളാർ പ്ലാന്റിന്റെയും നവീകരിച്ച മെൻസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഉത്സവ നിറവിൽ നടന്നു. MBBS ലേഡീസ് ഹോസ്റ്റൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടന സമ്മേളനം. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA മെഡിക്കൽ കോളേജിന് പദ്ധതികൾ സമർപ്പിച്ചു. ശബരിമലയിൽ വെള്ളിയാഴ്ച മുതൽ പുത്തൻ ദർശന രീതി. ഇരുമുടിക്കെട്ടുമായി വരുന്ന തീർത്ഥാടകർക്ക് മുൻഗണന. മീനമാസ പൂജയ്ക്ക് വെള്ളിയാഴ്ച നട തുറക്കും. 18ാം പടി കയറി വരുന്നവരെ മാത്രം ബലിക്കൽപുര വഴി കടത്തിവിടുന്നതിന് തീരുമാനം. 20 മുതൽ 25 സെക്കൻഡ് വരെ ദർശനം ലഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം. അത്താണിയിൽ ദാഹജലമൊരുക്കാൻ ഇനി സമഭാവനയുമുണ്ട്. സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തന പട്ടികയിൽ പട്ടണത്തിലെ ഫുട്പാത്തിന് മുകളിൽ യാത്രക്കാർക്കായി ചൂടടിക്കാത്ത മേലാപ്പും. ജനകീയ പദ്ധതികൾ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ സേവ്യർ മണ്ടുംപാല നിർവഹിച്ചു. മാങ്ങാ വിപണിയിൽ കർഷകർക്കും കച്ചവടക്കാർക്കും കണ്ണീർ ദിനങ്ങൾ. പൂക്കാനും കായ്ക്കാനും മറന്ന മാവുകൾ മാങ്ങാ സീസൺ തന്നെ ഇല്ലാതാക്കുന്നു. കാലവർഷ വ്യതിയാനം കനത്ത തിരിച്ചടി. ഇതര സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന മാങ്ങയുടെ ലോഡിൽ വന്നിടിവ്. മാങ്ങ മൂത്ത് പാകമായി എത്തുമ്പോഴേക്കും വില തകർന്നടിയുമെന്ന ആശങ്ക. വീണയൻ ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട്.
പെരിങ്ങോട്ടുകരയിൽ നിന്ന് ലഹരി മാഫിയയുടെ സ്വബോധമില്ലാത്ത പ്രവൃത്തിയുടെ വാർത്ത. ലഹരി നൽകാൻ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വീടിനുള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായി പരാതി. തടയാൻ ശ്രമിച്ച കുട്ടിയുടെ പിതാവിന് മർദ്ദനം. അക്രമകാരിയായ യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 38-കാരൻ വിവേകാണ് പിടിയിലായത്.